വനവാസി സമൂഹം ഒരുക്കിയ കാലഭൈരവ ഹോമവും പൊങ്കാലയും ഭക്തിസാന്ദ്രം. തിരുവനന്തപുരം കാട്ടാക്കട അമ്പൂരി ഗ്രാമപഞ്ചായത്തിലുള്ള കന്നിത്തൂൺമൂട് കാലഭൈരവ ക്ഷേത്രത്തിലാണ് പരമ്പരാഗത തനിമയോടെ ചടങ്ങുകൾ നടന്നത്. തിരുവനന്തപുരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ചക്കപ്പാറയിൽ നിന്ന് 5 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം കയറി വേണം ഈ വനവാസി ക്ഷേത്രത്തിലെത്താൻ. വനവാസി ഗോത്ര സമൂഹം AD 650 ആയി രാജവംശ കാലഘട്ടം മുതലേ ശിവരാത്രി നാളുകളിൽ കാട്ടുപൂക്കളും കാട്ടുപന്നകളും കൊണ്ട് പൂജകൾ നടത്തി വരുന്ന ക്ഷേത്രമാണ് കന്നിത്തൂൺമൂട് കാലഭൈരവ ക്ഷേത്രം. ആദിശാസ്താവ് മണിമണ്ഡപം കെട്ടുവാൻ വേണ്ടി ആദ്യമായി ഒരു തൂണ് കരിങ്കല്ലിൽ കൊത്തിയെന്നും ആ തൂണാണ് ക്ഷേത്ര പരിസരത്ത് കന്നിത്തൂണായി നിലനിൽക്കുന്നത് എന്നുമാണ് വനവാസ സമൂഹത്തിന്റെ വിശ്വാസം. ചാക്കപ്പാറ ആദിവാസി സെറ്റിൽമെന്റ് സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ഈ കന്നിത്തൂൺമൂട് ദേവസ്ഥാനം എന്ന് പറയുന്നത്. ആദിശാസ്താവ് മണിമണ്ഡപം കെട്ടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു തൂണ് കരിങ്കല്ലിൽ കൊത്തുകയുണ്ടായി. ആ തൂണാണ് നമ്മളിവിടെ പുറകിൽ കാണുന്നത്. ആദിവാസി ആചാരത്തിലുള്ള പൂജയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്തു വരുന്നത്. വർഷങ്ങളായി ഞങ്ങളിവിടെ വരുന്നു, പൊങ്കാല ഇടുന്നു. പിന്നെ എന്തെങ്കിലും മനസ്സ് സങ്കല്പിച്ച് ഒരു നേർച്ച നേർന്നാൽ അപ്പോഴേ നമുക്ക് ഫലിച്ച് തരുന്നുണ്ട്. ഞങ്ങൾ വീട്ടിന് ചെരിപ്പിടാതെ ഇത്ര ദൂരം ഈ മലയെല്ലാം കയറി വന്നാലും ഞങ്ങൾക്കൊരു ക്ഷീണമോ ഒരു കാല് തട്ടുക പോലും ചെയ്യില്ല, ഒരു ക്ഷീണമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ്. ഞങ്ങൾ കാലഭൈരവദേവനെന്നും മനസ്സിന് സങ്കല്പിച്ച് വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പൊങ്കാല ഇടാൻ വരേണ്ടത് നമുക്ക് നല്ല വിശ്വാസമാണ്. നമുക്ക് ഈ മലയും കുന്നും കയറി ഇത്രയും കാര്യങ്ങളൊക്കെ കൂടെ ചെയ്ത് നമ്മളെ വർഷങ്ങളോളം നമ്മൾ നടത്തുന്നു. പക്ഷേ നമുക്ക് നല്ല പ്രയോജനങ്ങളാണ് നമുക്ക് ഭഗവാന്റെ നടയിൽ നിന്ന് കിട്ടുന്നത്. കാലഭൈരവ ഹോമത്തിനായി എള്ളു നിറച്ച തേങ്ങയുമായി വീടിന് പ്രദക്ഷിണം നടത്തി ഈ ക്ഷേത്രത്തിലെത്തി നാളികേരം ഹോമകുണ്ടത്തിൽ സമർപ്പിച്ചാൽ ഊരിലെ എല്ലാവരുടെയും സർവ്വദോഷങ്ങളും മാറുമെന്നാണ് വിശ്വാസം. ഇതിനായി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പല ഭാഗങ്ങളിൽ നിന്നും വനവാസികളടങ്ങുന്ന ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്താറുണ്ട്. ഈ വർഷത്തെ ശിവരാത്രി നാളിലും ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി. ജനം, തിരുവനന്തപുരം.